നിന്നും നമുക്ക് KV രാഹുൽ കൂടെ ഒപ്പം ചേരുന്നുണ്ട്. രാഹുൽ, അവിടെ തെരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? അവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാൻ കഴിയുന്ന സംവിധാനങ്ങൾ അതെന്തൊക്കെയാണ്? മോത്തി, നിലവിലിവിടെ NDRF സംഘം പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ്. 3 ബോട്ടുകളിലായി എത്തിയാണ് തിരയുന്നത്. 5-6 ബോട്ടുകളുണ്ട്. പക്ഷേ 3 ബോട്ടുകളിൽ മാത്രമുള്ള സംഘമാണ് പുഴയിലേക്ക് ഈ ആദ്യ മണിക്കൂറിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇന്നലെ 10 മണിക്ക് ശേഷമാണ് തിരച്ചിൽ നടത്തിയെങ്കിൽ ഇന്ന് കുറച്ച് നേരത്തെ കൂടി പുഴയിലിറങ്ങി തിരയുന്നുണ്ട്. റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നു വരുന്നത്. ഒരു സംഘം ദേശീയപാതയിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വന്ന ആ സ്ഥലത്ത് ബോട്ട് കരക്കടുപ്പിച്ച് എന്ന വണ്ണം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ കരയിലേക്ക് വന്ന ഒരു ടീമിനോട് ചോദിച്ചു നിലവിൽ എന്തെങ്കിലും അപ്ഡേഷൻ നൽകാൻ കഴിയുമോ എന്ന്. അവർ പറഞ്ഞതൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഒപ്പം തന്നെ ശക്തമായ ഒഴുക്കാണ്. അതുകൊണ്ട് ഉദ്ദേശിച്ച രീതിയിൽ തിരച്ചിൽ നടത്താൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. അപ്പം മറ്റു യന്ത്ര സംവിധാനങ്ങൾ ഒന്നും തന്നെയുള്ള തിരച്ചിൽ ഒന്ന് റിട്ടയർഡ് ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ മാത്രമേ തിരച്ചിൽ നടത്തുകയുള്ളൂ എന്ന് തന്നെയാണ്. അതുകൊണ്ട് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതുപോലെ NDRF നാവികസേനയുടെ തിരച്ചിൽ മാത്രമാണ് പുഴയിൽ നടക്കുക എന്നതാണ്. മഴ ഒരൽപ്പം വിട്ടു നിൽക്കുന്നുണ്ട്, എങ്കിലും മൂടിക്കെട്ടി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും ശക്തമായ മഴ പെയ്യാം എന്നതാണ്. മഴ പെയ്യുന്ന സമയത്ത് ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് പുഴയിൽ നിന്നുള്ള സംഘം കരക്ക് കയറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, മൊബൈൽ ഫോണിനും അടക്കം നമ്മുടെ ഈ യന്ത്ര സാങ്കേതിക വിദ്യയൊക്കെ തത്സമയം എത്തിക്കാൻ കഴിയുന്ന TVയിനൊക്കെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇവിടെ റേഞ്ച് വളരെ കുറവാണ് എന്നതുകൂടിയാണ് ഇന്ന് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ചെറുജനവാസ കേന്ദ്രം, 5 വീടുകൾ പൂർണ്ണമായി തകർന്നു. തൊട്ടടുത്ത വീടുകൾക്ക് നല്ല രീതിയിൽ തന്നെ കേടുപാട് സംഭവിച്ചിട്ടുമുണ്ട്. അവിടെ വീട് റിപ്പയർ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീട് തകർന്ന ആളുകളിൽ പലരും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ബാക്കിയുള്ളവർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെയാണ്. പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അനുകൂലമായ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യം. ശരി രാഹുൽ.